നിസ്കരിക്കുകയാണെങ്കിൽ അത് ആരെ ഓർമ്മയാണ്? റബ്ബനാ 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 ലിയുഖീമുസ്സലാ, അത് ആരുടെ ഓർമ്മയാണ്? അല്ലാതെ ഈ ലേഖകന്മാർ എഴുതുന്ന നുണകളല്ല. ചക്കുളത്തി പോലുണ്ടായപ്പോൾ കൊണ്ടേയാക്കിയതല്ല. ഇബ്രാഹിം നബി അങ്ങനെയല്ലേ? അങ്ങനെയാണെങ്കിൽ പറയേണ്ടത് ചക്കുളത്തി പോരിനാണ് കൊണ്ടേയാക്കിയെങ്കിൽ പറയുന്നത് ഈ പെണ്ണിനെ കൂട്ടി മര്യാദക്ക് അവിടെ പാർപ്പിക്കാൻ ഈ എൻ്റെ സാറ സമ്മതിക്കണില്ല പഠിച്ചോനെ, അതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നാക്കി എന്നല്ലേ പറയണ്ട്? അല്ലെങ്കിൽ നുണ പറഞ്ഞ ആളായില്ലേ ഇബ്രാഹിം നബി? വ്യാജല്ലേ പറഞ്ഞ വാക്ക്? അങ്ങനെയാണെങ്കിലടാ ആദ്യം ഇബ്രാഹിം നബി അംഗീകരിക്കുന്നുണ്ടോ അല്ലേ? അത് അംഗീകരിക്കുന്നുണ്ടോ അല്ലേ? പറയടി, എന്താ നോക്കിയിരിക്കണ ഉണ്ടോ അല്ലേ? ഉണ്ടെങ്കിൽ അവിടെ ഹാജറബീവിനെ ഉപേക്ഷിച്ചല്ല നമ്മൾ പറയേണ്ടി വരും. എന്തുകൊണ്ട്? ഹാജറബീവിനെ ഉപേക്ഷിച്ച വർത്താനം ഇബ്രാഹിം പറയണില്ല. ഇബ്രാഹിം പറയണ എന്താണ്? ഹാജറിനെ പാർപ്പിച്ചതാണ്. പിന്നെയോ അതിന് കാരണം പറഞ്ഞു. ലിമ റബ്ബന ലിയുഖീമുസ്സലാ, ഇവർ നിസ്കരിച്ചു വളരണം, ഇതിൽ ജനത നിസ്കരിക്കുന്നവരുണ്ടാവണം, അവർ നിസ്കാരം ലോകാവസാനം വരെ നിലനിർത്തണം. അപ്പോൾ അതിനു വേണ്ടി ദുആ ചെയ്ത് കരൾ പറിച്ചു വെക്കും പോലെയാണ് അവിടെ ആക്കി. ഒട്ടകപ്പുറത്തുനിന്ന് വീണ് കരഞ്ഞു എന്നാണ് ഒരു താരീഖ്. ജബൽ അബി ഖുബൈസിൻ്റെ അവിടെ എത്തിയപ്പോൾ ഇങ്ങനെ തിരിഞ്ഞു പോകുക, പിന്നെ വഴി അവിടെ എത്തിയപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ദൂരെ ഒരു പൊട്ടുപോലെ ഭാര്യയും കണ്ടു. കരഞ്ഞുപോയി. കരഞ്ഞിട്ട് ഒട്ടകപ്പുറത്തുനിന്ന് വീണുപോയി. ആ മനുഷ്യ ഉപേക്ഷിക്കും. എന്താണ് വിചാരിച്ച്? അപ്പൊ ഈ മനുഷ്യന് കരള് പറിച്ചു വെക്കും പോലെയാണ് ആ സംഭവം. ഇത് ഈ മനുഷ്യൻ ചെയ്തത് എന്തിനാ? നിസ്കാരം നിലനിർത്താൻ എന്ന് അവിടെ ഖുർആനിൽ പറഞ്ഞോ. എന്തിനാ വേറെ വർത്താനം പറയണേ? റബ്ബനാ ലിയുഖീമുസ്സലാ. അപ്പൊ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അവിടെ മനസ്സിലാവുന്നുണ്ട് പറഞ്ഞത്. നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? പറ. ഇബ്രാഹിം ഇസ്ലാത്തിനാണ്. കാരണം ഇബ്രാഹിം നബിയുടെ ഓർമ്മയാണ്. കരള് പറിച്ചതാണ്. കരള് പറിച്ച് കുട്ടീന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ആ കുട്ടി ഇല്ലാത്തൊരു സെക്കൻഡ് നിൽക്കാൻ കഴിയില്ല ഇബ്രാഹിം നബിക്ക് അലൈഹി സ്വലാം. ആ കുട്ടി അവിടെ വെക്കുകയാണ്. എന്തിനാണെന്നറിയാം? റബ്ബനാ ലിയുഖീമുസ്സലാ. ആ കുട്ടിയുടെ പിൻഗാമികൾ നിസ്കാരം നടത്തണം. ആ കുട്ടീൻ്റെ പിൻഗാമിയല്ലേ മുഹമ്മദ് മുസ്തഫ? ആ ആളല്ലേ നിസ്കാരം നിലനിർത്തി? എന്താ മനസ്സിലാവുണ്ട് പറഞ്ഞത്? അപ്പൊ അത് ഓർമ്മയാണ്. നിസ്കാരം ഒരു ഓർമ്മയാണ്. ആരുടെ ഓർമ്മ? പറ മോനെ, ആരുടെ ഓർമ്മ? അത് ദിക്റ ഇബ്രാഹിം, ഇബ്രാഹിം ഈ ഓർമ്മയിൽപ്പെട്ടതാണ്. മിൻ ദിക്റ ഇബ്രാഹിം, മിൻ ദിക്റ ഇബ്രാഹിം. ഇബ്രാഹിം നബിയുടെ ഓർമ്മയാണ് അതൊക്കെ. ഹജ്ജ് മിൻ ദിക്റ ഇബ്രാഹിം, അറഫ മിൻ ദിക്റ ആദം, ഒക്കെ ഓർമ്മകളാണ്. വൽ ഫജ്രി വലയാലിൻ അശ്ർ ആരുടെ ഓർമ്മയാണ്? സ്വപ്നം കണ്ടു. ആര്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം. പിന്നെ മക്കയിലേക്ക് വന്നു, അതാണ് ആ ഓർമ്മ. പിന്നെ കുട്ടിയെ അറക്കാൻ ചട്ടം കെട്ടി കൊണ്ടുപോയി, ഇതൊക്കെയാണ് ഓർമ്മ. അതാണ് വൽ ഫജ്രി വലയാലിൻ അശ്ർ വശഫഇ വൽ വത്ർ. അത് ഭയങ്കര ഓർമ്മയാണ്. അപ്പൊ നമ്മൾ ഈ സമയത്തെ ഓർമ്മയാണ് ആര്? സയ്യിദുന ഇബ്രാഹിം. ദീൻ മുഴുവൻ ഓർമ്മയാണ്. ഇനിയെങ്ങാലേക്ക് നമ്മൾ ബാപ്പ മരിച്ചതിൻ്റെ ആ കൊല്ലം കഴിയുമ്പോൾ ബാപ്പാൻ്റെ പേരിൽ ഫാത്തിഹ ഓടും. അതെന്താണ്? ഓർമ്മയാണ്. ഓർമ്മ ദീനിൽ പ്രധാനാണ്. ആ ബോധം വഹാബിക്കില്ല. വഹാബിക്ക് ഹക്കായ ദീനുമില്ല. ദീനിന്റെ സോളുണ്ട്, ആത്മാവ്. അതെന്താണ്? ഓർമ്മ. പറയേ, ദീനിന് ഒരു ആത്മാവുണ്ട്. അതെന്താണ്? ദീനാണ് അഫ്ളലുൽ അഅമാലിൽ ബദനിയ്യത്തി കുല്ലിഹാ. ശരീരം കൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കർമ്മം എന്താണ്? നിസ്കാരം. അതൊരു ഓർമ്മയാണല്ലോ. ആരുടെ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അഫ്ളൽ ദിക്ർ അതാണ്. നിസ്കാരത്തിന്റെ ബിദായത്ത്, പ്രവേശിക അല്ലാഹു അക്ബർ. നിസ്കാരത്തിൽ ഏറ്റവും കൂടുതലുള്ള അമലേതാ? ദിക്റേതാ? ഇന്ത്യ കാലത്തിലൊക്കെ കൂടുതൽ കൊണ്ടുവരുന്ന ദിക്റേതാ? അല്ലാഹു. ഇത് അഫ്ളൽ ദിക്റാണോ? ഇത് അഫ്ളൽ ദിക്റാണോ? അല്ല. എന്തുകൊണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത് എന്താണ്? എല്ലാവരുടെയും അമലാണ്. അത് ആദം നബി, ഇബ്രാഹിം എല്ലാവരും ചൊല്ലിയതാണ്. എന്ത്? അഫ്ളലു മാ ഖുൽതു അന വൻ നബിയ്യുന മിൻ ഖബലി ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരാൾക്കൊരു മീസത്ത് അതിലില്ല. എല്ലാവരുടെയും
പക്ഷെ നിസ്കാരം ഇബ്രാഹിം നബിന്റെ ഓർമ്മയാണ്. അതുകൊണ്ട് അവ്വലു മൻ തലഫള ബിഹി ഇബ്രാഹിം, ലോകത്താദ്യമായി അല്ലാഹു അക്ബർ എന്ന് ഉച്ചരിച്ചത് ആരാ? അപ്പോൾ നിസ്കാരത്തിന്റെ പ്രവേശിക ഇബ്രാഹിം നബിന്റെ ഓർമ്മയാണ്. എന്തട എവിടെയുടെ വഹാബി, എന്താ സുന്നികളെ ഇങ്ങൾക്കൊക്കെ പറ്റിയേ? നിങ്ങളെന്ത് എവിടേക്ക് എത്തിയേ? ദീന് ബാങ്കിൽ ഏറ്റവും വലിയ എടോ അഫ്ളൽ ദിക്റാണോ അല്ലാഹു അക്ബർ? ബാങ്കിൽ ചിന്തിക്ക്, ബാങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് 3 വട്ടം, അല്ലാഹു അക്ബർ 6 വട്ടം, നേരെ ഇരട്ടി. എന്നാ അതാണ് അഫ്ളൽ ദിക്ർ. നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ? പറ കുട്ടി, പറ. ഇബ്രാഹിം നബിയുടെ ഒരു പ്രത്യേക ഓർമ്മയല്ല എന്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതേസമയത്ത് അല്ലാഹു അക്ബർ ആരുടെ ഓർമ്മയാണ്? സയ്യിദുനാ ഇബ്രാഹിം. നിസ്കാരം ആരുടെ ഓർമ്മയാണ്? അപ്പൊ നിസ്കാരത്തിന്റെ പ്രവേശികയും ഇന്ത്യക്കാലാത്തും ക്ഷണവും മൊത്തം ആരെ ഓർമ്മയാക്കി? നിങ്ങൾ എന്താ ചിന്തിക്കാത്ത? അഫ്ളൽ ദിക്റിനല്ലേ കൂടുതൽ കൂലിട്ടാ? ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. പഠിച്ചോനെ, ഈ കൗമിന് അന്തം കൊടുക്കണമേ റബ്ബേ. ഇന്റെ അന്തോളെ നിങ്ങളിതൊന്ന് ആലോചിക്കി. അഫ്ളൽ ദിക്റല്ലേ? ഈ ലോകം മുഴുവനും ഒരു തട്ടിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു തട്ടിലും വെച്ചാൽ വില എന്തിനാണ്? ഈ വാക്ക് റസൂൽ അല്ലാഹു അക്ബറിൽ പറഞ്ഞിട്ടില്ലല്ലോ. എന്നിട്ടും നിസ്കാരത്തിന്റെ കൂടുതൽ ദിക്ർ ഏതാ? എന്തുകൊണ്ട്? അത് മനുഷ്യന്റെ ഓർമ്മയാണ്. നിസ്കാരം അമ്മനുഷ്യന്റെ ഓർമ്മയാണ്. അപ്പൊ അമ്മനുഷ്യന്റെ വാക്കാണ് അവിടെ കേട്ടേണ്ടത്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായല്ലോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു പ്രത്യേക കാര്യമല്ല, എല്ലാ കാലം അയക്കേണ്ടതാണത്. അല്ലാഹു അക്ബർ അവ്വലു മൻ തലഫള ബിഹി ഇബ്രാഹിം, ലോകത്താദ്യമായി അത് ഉച്ചരിച്ചത് ആരാ? അല്ലാഹു അക്ബർ എന്ന് ആദ്യമായി ഉച്ചരിച്ച ജിബ്രീലും മീകായിലും അല്ല. അതാരാ? സയ്യിദുനാ ഇബ്രാഹിം. ആദം നബി അല്ല, അതാ ഇബ്രാഹിം നബിയാണ്. നിസ്കാരം ആരുടെ ഓർമ്മയാണ്? അപ്പൊ ബാങ്കിന്റെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ 4 വട്ടം. പിന്നെ അവസാനം ഹയ്യ അലൽ ഫലാഹ് കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദോട് കൂടെ 2 വട്ടം, ലാസ്റ്റ് 1 വട്ടം. ലാ ഇലാഹ ഇല്ലല്ലാഹ് 3 വട്ടം, അല്ലാഹു അക്ബർ 6 വട്ടം. ഇഖാമത്ത് അങ്ങനെ തന്നെയല്ലേ? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അവിടെയൊക്കെ 1 വട്ടം. ഹയ്യ അലൽ സലാഹ് 1 വട്ടം. മനസ്സിലായില്ലേ? കഴിഞ്ഞിട്ട് അല്ലാഹു അക്ബർ 4 വട്ടം. ലാ ഇലാഹ ഇല്ലല്ലാഹ് 1 വട്ടം, അല്ലാഹു അക്ബർ 4 വട്ടം. ആദ്യം അഷ്ഹദോടുകൂടെ 1 വട്ടം ഇഖാമത്തിന്, പിന്നെ അഷ്ഹദില്ലാതെ 1 വട്ടം. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതേസമയത്ത് ഇരട്ടി ബാങ്കിൽ 6 വട്ടം അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് 3 വട്ടം. ഇഖാമത്തിൽ 2 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ്, 4 വട്ടം അല്ലാഹു അക്ബർ. പിന്നെ നിസ്കാരത്തിലേക്ക് കിടക്കുക. ഇതന്നെ ഇപ്പം ഇതുവരെയും പറഞ്ഞത്. ഒരു കാര്യം ആവർത്തിക്കുമ്പോൾ അതൊരു വിരസതയല്ലേ? ബാങ്കിലും കൂടുതൽ പറഞ്ഞത് എന്ത്? അല്ലാഹു അക്ബർ. ഇഖാമത്തിനും കൂടുതൽ പറഞ്ഞ എന്ത്? അല്ലാഹു അക്ബർ. എന്നാ മൂല്യരെ നിങ്ങൾ ഇതിലേക്ക് കിടക്കുമ്പോഴെങ്കിലും ഒന്ന് മാറ്റിക്കൂടെ? അപ്പോഴും എന്തെന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിസ്കാരാവില്ല. എന്തുവാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? അത് മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. ചില വിഡ്ഢികൾക്ക് അഫ്ളൽ നോക്കണ പണിയാ. മങ്കൂസ് മൗലിദ് ഓതലാണോ ഖുർആൻ ഓതലാണോ ഏറ്റവും അഫ്ളൽ നോക്കണ വിഡ്ഢികളുടെ നമ്മുടെ നാട്ടിൽ. അങ്ങനെയാണെങ്കിൽ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഓതിയാൽ അഫ്ളൽ ഏതാ? എന്നാ അല്ലാഹു അക്ബർ നിസ്കരിച്ചോ? അല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്. വഹാബിക്ക് നിസ്കാരം തന്നെ ഉണ്ടാവില്ല. വഹാബിക്കുള്ള അന്തം കൊടുത്തില്ല. വഹാബിനെ തുടരുന്ന ഇന്നത്തെ മൂല്യന്മാർക്കും അന്തല്ല, ഞാൻ ഉണ്ടാവില്ല. ദീനെന്ന് പറഞ്ഞ ഓർമ്മയാ ഒക്കെ ആരുടെ? മഹാന്മാരുടെ. അപ്പൊ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി ലോകത്തൊരു ഇസ്ലാമിനെ ഹയാത്താക്കിയ വ്യക്തിയാണ്. അപ്പൊ ആ വ്യക്തി മരിച്ചത് പിന്നെ എന്താ പറയാ എന്നാണ്? റബീഉൽ ആഖിർ 11-നാണ്. പെണ്ണല്ലേ? റബീഉൽ ആഖിർ 11-നാണ്. അപ്പൊ എല്ലാ ബന്ധപ്പെട്ട ആളുകൾ ഒക്കെ ഒരു ഫാത്തിയോടും. എന്ത്? അതൊരു ഓർമ്മയാണ്. മനസ്സിലായില്ലേ? ദീൻ എന്ന് പറഞ്ഞാൽ അതെന്താ? ഓർമ്മയാണ്. ദീനിന്റെ അമലുകളെല്ലാം ഓർമ്മയാണ്. ശരീരം കൊണ്ട് ചെയ്യാവുന്ന എല്ലാം ഓർമ്മയാണ്.
അത് സുന്നിയത്തിലാണ് ബന്ധപ്പെട്ടത്. സുന്നിയത്തില്ലാത്തൊരു ദീനും ഇല്ല. പക്ഷെ ഈ കാണുന്നൊക്കെ അമലൊക്കെ സുന്നിയത്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ സുന്നി മൂല്യന്മാർക്ക് വരെ ശ്രദ്ധയില്ല. എന്തേ അവർക്കത് മനസ്സിലാക്കാഞ്ഞു? അള്ളാഹുവിലേക്ക് വാതിൽ തുറന്നു വെക്കണം. വഹാബിയിലേക്കാണ് ഇപ്പം നമ്മൾ വാതിൽ തുറന്നു വെച്ച്. അതുകൊണ്ട് അത് അടഞ്ഞുപോയി. ഇപ്പൊ കയ്യടി കിട്ടല എല്ലാവർക്കും ഇഷ്ടം. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് അവ്വലു മൻ തലഫള ബിഹി ഇബ്രാഹിം. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. ലബ്ബൈക ലബ്ബൈക ഇതാണ് ഹജ്ജിൽ ഇപ്പോൾ കൂടുതൽ പറയുന്ന വാക്കെന്താ? ആദ്യം ലബ്ബൈക് പറഞ്ഞാരാ? ഇബ്രാഹിം നബി. അതിൻ്റെ ഓർമ്മയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞൂടെ ഹജ്ജിന്? ഹജ്ജിലെല്ലാവരും ഉച്ചരിക്കണം വാക്കെന്താ? പറയട കുട്ടിയെ. ഈ പക്ക വഹാബികൾ എന്ന വിട്ടികൾക്ക് ഇതൊന്നും ആലോചിക്കാൻ കഴിയുന്നില്ല. പഠിച്ചോനെ, ഇത് ഇബ്രാഹിം നബിൻ്റെ വാക്കല്ലേ? അതിനേക്കാൾ മുമ്പ് ആദം നബി പറഞ്ഞ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവ് പറഞ്ഞൂടെ നിങ്ങൾക്ക്? ഇതൊരു ഓർമ്മയാണ്. ഈ മനുഷ്യനാണ് മാനവ സമൂഹത്തെ രണ്ടാമതായി പുതുക്കി പണിതത്. ആ മനുഷ്യൻ്റെ പേരക്കുട്ടികളിലാണ് 4 കിതാബുകൾ വന്നത്. അവസാനം 7 കിട്ടിയതും ആ മനുഷ്യനാണ്. ആദ്യത്തെ വേദഗ്രന്ഥം കിട്ടിയത് ആ മനുഷ്യൻ്റെ പേരക്കുട്ടിക്കാണ്. 4 വേദഗ്രന്ഥം ആ മനുഷ്യൻ്റെ പേരക്കുട്ടിക്കാണ്. ആദ്യത്തെ വേദഗ്രന്ഥം തൗറാത്താണ്, അത് ഇബ്രാഹിം നബിൻ്റെ പേരക്കുട്ടിയാണ്. രണ്ടാമത്തെ വേദഗ്രന്ഥം സബൂറാണ്, ഇബ്രാഹിം നബിൻ്റെ പേരക്കുട്ടിയാണ്. മൂന്നാമത്തെ വേദഗ്രന്ഥം ഇഞ്ചീലാണ്, അത് ഇബ്രാഹിം നബിൻ്റെ പേരക്കുട്ടിയാണ്. 4-ാമത്തെ വേദഗ്രന്ഥം ഫുർഖാൻ അലീമാണ്, അത് ഇബ്രാഹിം നബിയുടെ പേരക്കുട്ടിയാണ്. അപ്പോൾ ഈ 4 വേദഗ്രന്ഥത്തിൻ്റെ സാരാംശവും ആരിലുണ്ട്? പറേ സയ്യിദുനാ ഇബ്രാഹിം. നമ്മൾ നടത്തുന്ന കർമ്മങ്ങളൊക്കെ ഇബ്രാഹിം നബിൻ്റെ ഓർമ്മയാണ്. നമുക്കൊരു ബലി പെരുന്നാളാണ്, ചിലർ വലിയ പെരുന്നാൾ എന്നറിയും. പറയും ചിലർ പറയും എന്ത് വലിയ പെരുന്നാൾ. അങ്ങനെ പറഞ്ഞാൽ തെറ്റില്ല. എന്തുകൊണ്ട്? വലിയ ആളെ ഓർമ്മയല്ലേ. അങ്ങനെ പറയും. പണ്ടത്തെ ബലി പെരുന്നാൾ എന്നുള്ള ചിലവർ എന്ത് പറയും? വലിയ പെരുന്നാളാണ്. ആയിക്കോട്ടെ, വലിയ പെരുന്നാൾ ആയിക്കോട്ടെ, വലിയ പെരുന്നാൾ ആയിക്കോട്ടെ, അതിന് തെറ്റൊന്നുമില്ല. വലിയ പെരുന്നാൾ തന്നെ ആയിക്കോട്ടെ. എന്തുകൊണ്ട്? വലിയ ആളെ ഓർമ്മയാണ്. ഏതാ വലിയ ആള്? സയ്യിദുനാ വതറക്ന അലൈഹി ഫിൽ ആഖിരീൻ. ബലി ആ ആളെ ഓർമ്മയാണ്, അത് വലിയ തന്നെയാണ്. ദീന ഓർമ്മ മൊത്തം ഓർമ്മയാണ്. എൻ്റെ പാപ്പ മരിച്ച സാന്നിധ്യം എനിക്ക് നന്ദി ഉണ്ടെങ്കിൽ അന്നൊരു ഫാത്തി കൊടുക്കും, അന്ന് 10 ചോറ് കൊടുക്കും. എൻ്റെ ഇസ്തിത്താഅത്തനുസരിച്ച്. അതെന്ത്? ദീന് മുഴുവനും ഓർമ്മയാണ്. ഇത് അല്ലാഹുവിൻ്റെ പരിശുദ്ധ കലാമാണ്. ഇതിൻ്റെ ഇതിൽ പകുതിയിലേറെ ഭാഗവും എന്നല്ല 3/4 ഭാഗവും മഹാന്മാരുടെ നാമങ്ങളും അവരുടെ ചരിത്രവും അതിലടങ്ങിയ സതുപദേശങ്ങളാണ്. ഇതിൻ്റെ 3/4 ഭാഗവും. 1/4 ഭാഗം ഉണ്ടാവില്ല നിയമ ആയത്തുകൾ വളരെ കുറവാണ്. അങ്ങോട്ട് എല്ലാം തുടങ്ങുക. മനസ്സിലായില്ല? പരിശുദ്ധ ഫാത്തിഹയിലെ ഏറ്റവും നീണ്ട ആയത്തേതാ? ഓർമ്മയത്ത്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഇതാണ് ഏറ്റവും നീണ്ട ആയത്ത് ഫാത്തിഹയിൽ. ഖുർആനിലെ 3/4 ഭാഗവും ഓർമ്മയാണ്. അതായത് മഹാന്മാരുടെ നാമങ്ങളും ചരിത്രങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയ സതുപദേശങ്ങളും. എവിടെയാണ് അപ്പോൾ ഓർമ്മ? ഖുർആനൊരു ഓർമ്മ പുസ്തകമാണ്. സദുപദേശത്തിൻ്റെ സാരാംശം ഫാത്തിഹ ഒരു ഓർമ്മാധ്യായമാണ്. ഓർമ്മയിൽ അവസാനിപ്പിച്ചു. സനായിൽ തുടങ്ങി ഓർമ്മയിൽ അവസാനിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം സനാ ആണ്, അതിൽ തുടങ്ങി. പിന്നെ ഓർമ്മയിൽ അവസാനിച്ചു. സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഓർമ്മ ഒരു ഓർമ്മ പുസ്തകമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദീന് മൊത്തം ഓർമ്മയാണ്. അത് സുന്നിയത്ത. ഹജ്ജൊരു സുന്നി കർമ്മമാണ്. ഒരു നിലക്കൊരു ആണ്ടർദി എന്നറിയാം. പഴയ കാലത്തെ ആളുകൾ പറയും എന്ത്? ഒരു ആണ്ടർദി. ഹജ്ജൊരു ആണ്ടർദിയാണ്. ഹജ്ജൊരു ആണ്ടർദി. ആണ്ടർദി എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഓർമ്മ. അതാണത്. ആണ്ടർദി 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 എന്ന് പറഞ്ഞാൽ മരിച്ച ദിവസം എന്നായിക്കോളണം എന്നൊന്നുമില്ല. ബീരാൻ പാപ്പാൻ്റെ ആണ്ടർദി മുഹറം 15-നാണ്.
അന്നേ സമയത്ത് അവർ വഫാത്തായത് മുഹറം 15-നല്ല. ബീരൽ പാപ്പാൻ്റെ ആണ്ടർദിക്ക് എല്ലാവരും മങ്കൂസ് മൗലൂദ് ഓതും. എന്നാൽ അവർ വഫാത്തായ ദിവസം അന്നല്ല. അവർ ജനങ്ങളോടെല്ലാം കൽപ്പിച്ചു, എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് മുഹറം 15-ന് എന്ത് ചെയ്യണം, പിന്നെ ഈ മങ്കൂസ് മൗലൂദ് ഓതണം. ഇപ്പം ഇത് അമ്പംകുന്നത്ത് മാത്രമല്ല, എല്ലായിടത്തും അത് ചെയ്യും. എല്ലാ സ്ഥലത്തും മുഹറം 15-ന് എന്ത് ചെയ്യും, ഒരു മങ്കൂസ് മൗലൂദ് ഓതും എന്ന് പറഞ്ഞതുപോലെ. ആണ്ടറം മരിച്ച ദിവസം മാത്രമല്ല, അവർ നിലനിർത്തിയ ഒരു സംഗതി അവരാണ്ടായി നിലനിർത്താം. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? ഒരു കർമ്മം, ഒരു പുണ്യം. അപ്പോൾ സയ്യിദന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഓർമ്മ പെരുന്നാളാണ് എന്ത്, ഹജ്ജ്. അതിൻ്റെ ബലി പെരുന്നാളും ഇതുമായി ബന്ധപ്പെട്ടതാണ്. ആ ഓർമ്മ കൊണ്ടാണ് ഫജ്രി വലയാലിൻ ആശിർ, ആ ഓർമ്മയിലാണ് അത് നിൽക്കുന്നത്. അപ്പോൾ അത് സുന്നി കർമ്മമാണ്. ഹജ്ജ് ഒരു സുന്നി കർമ്മമാണ്, നിസ്കാരം ഒരു സുന്നി കർമ്മമാണ്, ബാങ്ക് ഒരു സുന്നി കർമ്മമാണ്, ഇഖാമത്തൊരു സുന്നി കർമ്മമാണ്. സുന്നി കർമ്മമല്ലാത്ത ഒന്നുമില്ല. ലൈലത്തുൽ ഖദ്ർ ഒരു സുന്നി കർമ്മമാണ്, ഖുർആൻ ഒരു സുന്നി കിതാബാണ്. ഇത് ഓർമ്മയാണ്. അത് ഓർമ്മയിൽ ഞാൻ അവസാനിപ്പിക്കണം. അത് ഓർമ്മയിലേക്ക് എത്തുമ്പോൾ അതിന് നല്ല നല്ല പശ ഉണ്ടാവും. പുതിയ കാലത്ത് അതിന് പശയില്ല. പുതിയ കാലത്ത് പശയില്ല. എഴുത്തുകാർക്ക് പോലും പശയില്ല, ചിന്തകന്മാർക്ക് പശയില്ല. ഇതൊക്കെ ഒന്നും പശയില്ലാത്തതായി. സ്ഥിരമായി ഗൾഫിൽ ഇറങ്ങിയ പുതിയ പുതിയ കിതാബുകൾ എനിക്ക് അയച്ചു തരുന്ന ചില ആളുകൾ ഉണ്ടായിരുന്നു. അവരോട് ഒരു 5 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞു, ഇനി കിതാബ് അയക്കരുത്, എനിക്ക് ആ കിതാബ് വേണ്ട. വെറുതെ അലമാര നിറച്ചിട്ട് എന്താ കാര്യം? ഒരു സാധനം ഉണ്ടാവില്ല, ഒരു വിവരം എൻ്റെ ഉള്ളിൽ. ഈ അടുത്ത ഒരു കാലത്തിനുള്ളിൽ, ഒരു 100 കൊല്ലത്തിനുള്ളിൽ ഗൾഫ് മേഖലയിൽ ഇറങ്ങിയ കിതാബിൽ ഇൽമേ ഇല്ല. ഒരു ഇൽമ, ഒരു മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ഇൽമ നിങ്ങൾ കാണിച്ചു തന്നാൽ നിങ്ങൾ പറഞ്ഞത് ഞാൻ കേൾക്കാം. ഒരു ഇൽമയിലില്ല, ഒരു ഇൽമില്ല. ഇനി എന്തെങ്കിലും ഒരു ഇൽമുണ്ടെങ്കിൽ അയാൾ അവിടുത്തെ പൊതു രീതിക്കെതിരായ ഖാലിസായ സുന്നിയായിരിക്കണം. ഒരു ഇൽമില്ല. അത്രയും സുന്നിയാണെങ്കിൽ അവരെ കിതാബിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഒരു 100 കൊല്ലത്തിനുള്ളിൽ ഒരു പശയുള്ള ഒരു പുസ്തകം, ഒരു കിതാബ് രചിക്കാൻ മുസ്ലിം ഉമ്മത്തിന് കഴിഞ്ഞിട്ടില്ല. ഗൾഫ് സെക്ടറിൽ പ്രത്യേകിച്ചും. ഗൾഫിൽ ഇല്ലെന്നെ. എന്തുകൊണ്ട്? അവർക്ക് ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോയി. ഓർമ്മ നഷ്ടപ്പെടുത്തുകയാണ് വഹാബിയത്തെ ചെയ്തത്. അതാണ് കാരണം. ഒന്നുമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചില ആൾ വെറുതെ ഇങ്ങനെ പറയുമ്പോൾ അയച്ചു തരും. ഒരു കിതാബ് ഇറങ്ങിയിട്ടുണ്ട് ഉസ്താദ്, അങ്ങളാക്കി. ആ കിതാബ് ഓതി നോക്കി തീർക്കണമെങ്കിൽ 10 മിനിറ്റ് മതിയോ? എന്തുകൊണ്ട്? ഒരു വിവരം ഉണ്ടാവില്ല. ഒരു വിവരം ഉണ്ടായാലല്ലേ നിങ്ങൾ അതേ സമയത്ത് നിങ്ങൾ പഴയ കാലത്തെ കിതാബ് ഒന്നിങ്ങനെ എടുത്തുവെച്ചാൽ. ഞാൻ സ്ഥിരമായി ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ചില പ്രത്യേകമായ കിതാബുകൾ ഒന്നെടുത്ത് ഒരു പേജ് നോക്കിയാൽ മതി, ഇൽമിൻ്റെ ബഹറുണ്ടാവും അതിൽ, പല കിതാബിലും. അള്ളാഹു ആ മഹാന്മാർക്കൊക്കെ ദറജയേറ്റി കൊടുക്കട്ടെ. അപ്പോൾ എന്താ സംഭവിച്ചത്? ഓർമ്മകൾ നഷ്ടപ്പെടുത്തിയ ജനതകളൊന്നും ആ ജനതയെ പണ്ഡിതന്മാർ പിന്തുടർന്നപ്പോൾ പണ്ഡിതന്മാരുടെ വിജ്ഞാനത്തിന് പശല്ലാതെയായി. അതാണ് കാരണം. പഴയ കാലത്തെ ആലിമ്യങ്ങളായി വെള്ളക്കാൻ എന്തോ ഒരു രസമാണ്. ജനങ്ങൾ ഇരുന്ന് പൊട്ടി കരയും. ഇപ്പം അതില്ല. എന്തുകൊണ്ട്? ഓർമ്മകളില്ല. അതാണ് കാരണം. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ഒന്നും ബേജാറാവരുത് കേട്ടോ, ഞാനിങ്ങനെ പറയാനുള്ള കാരണം ഇതിൻ്റെ അടിസ്ഥാനമാണ്. അപ്പോൾ ഇത് ഇന്ന് അറഫയിൽ ലക്ഷോപലക്ഷം ജനങ്ങൾ ഒരുമിച്ച് കൂടി. അറഫ ഒരു ഓർമ്മയാണ്, ഹജ്ജ് ഒരു ഓർമ്മയാണ്, ബലി ഒരു ഓർമ്മയാണ്, ദുൽഹിജ്ജ ഒരു ഓർമ്മയാണ്, മുഹറം ഒരു ഓർമ്മയാണ്, ആശുറ അതൊരു ഓർമ്മയല്ലേ? അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയെയും നക്ഷത്രങ്ങളെയും പടച്ചതിൻ്റെ ഓർമ്മയാണ്. എന്ത് പറയാം? വന്നതിൻ്റെ ഓർമ്മയും വരാനുള്ളതിൻ്റെ ഓർമ്മയും. ആശുറയിലാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക. അള്ളാഹു തആല അള്ളാഹു ഖൽഖഹു, മനസ്സിലായി? ഖൽഖിഹി, അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളെ സൃഷ്ടിപ്പ് തുടങ്ങിയത് എന്നാണ്? ആശുറയിനാണ്. അതുകൊണ്ട് ആശുറ ഒരു ഓർമ്മ പെരുന്നാളാണ്. ഒരു കൊല്ലത്തിലെ ഏറ്റവും ബഹുമാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് എന്ത്? ആശുറ. അശുറാനെ ബഹുമാനിക്കാത്തൊരു ജനത ലോകത്തുണ്ടായിട്ടില്ല. എന്താണ് ആശുറ? ഓർമ്മയാണ്. അതിലാണ് എല്ലാ ഓർമ്മയും. അന്നാണ് ബഹുമാനപ്പെട്ട യൂനുസ് നബി മത്സ്യത്തിന് വയറ്റിന് രക്ഷപ്പെട്ടത്. അന്നാണ് ഇബ്രാഹിം നബി അഗ്നികൊണ്ടെന്ന് രക്ഷപ്പെട്ടത്. അന്നാണ് അയ്യൂബ് നബിൻ്റെ രോഗം മാറിയത്.
അന്നാണ് യാക്കോബ് നബിക്ക് കാഴ്ച തിരിച്ചു കിട്ടിയത്. അന്നാണ് എല്ലാം അന്നാണ്. എന്താ ഓർമ്മ? അപ്പോൾ ആശുറ ഒരു ഓർമ്മ പെരുന്നാളാണ്, ഹജ്ജ് ഒരു ഓർമ്മയാണ്. അപ്പോൾ ഇതൊക്കെ സുന്നി കർമ്മങ്ങളാണ്. അത് സുന്നി കർമ്മമാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ഇന്നിപ്പോൾ നമുക്ക് കഴിയണില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. തല കൊടുത്തിട്ട് ചിന്തിക്കണം, നല്ലോണം ചിന്തിക്കണം. എന്തീ പറയും ഇപ്പം നിങ്ങൾ തന്നെ ഇപ്പം എൻ്റെ മുന്നിൽ വന്ന് പെട്ടതുകൊണ്ടിരിക്കാന്നാണ് ഞാൻ മനസ്സിലാക്കണം. തലയ്ക്ക് കയറിയല്ലേന്ന് എനിക്കറിയില്ല. കുറച്ചാളെങ്കിലും തീർന്നാൽ പോകായിരുന്നല്ലോ പഠിച്ചവൻ എന്ന് വിചാരിച്ചിരിക്കണവരുണ്ടോ? ദീന എന്ന് പറഞ്ഞാൽ ഒരു നിസ്കാരത്തിൽ ഒതുങ്ങി. നിസ്കാരം എന്ന് പറഞ്ഞാൽ അടിസ്ഥാന കാര്യമല്ല, ശാഖാപരമായ കാര്യമാണ്. അതിത്തരം അടിസ്ഥാനങ്ങളിലൂടെയാണ് അടിസ്ഥാനമായിത്തീരുക. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? വയറിന് ഒരു വിലയില്ലാത്ത പ്ലാസ്റ്റിക്കാണ് വയർ. അതിൻ്റെ ഉള്ളിലേക്ക് ഇലക്ട്രിക് കമ്പിയാണ് കയറ്റിയിട്ട് മേലേക്കാണ് കൊളുത്തിയാലോ പിന്നെ കണ്ട പോയി. മനസ്സിലായില്ല? അതാണ് അവിടെ കമ്പി കയറ്റാത്ത ഓർമ്മ. മഹാന്മാരെ ഓർമ്മ ഇല്ലെങ്കിൽ കമ്പില്ലാത്ത പ്ലാസ്റ്റിക്കാണ് എൻ്റെ നിസ്കാരം. നിങ്ങൾ എൻ്റെ കൂടെ അല്ല. ഈ കമ്പി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഊരി. എന്തിൻ്റെ ഉള്ളിൽ നിന്ന്? പടച്ച തമ്പുരാനെ, ഈ ഇലക്ട്രിക് വയറിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് ഊരി? കമ്പി ഊരിയാൽ അതിൻ്റെ ഉള്ളിലത്തെ സാധനം പോയല്ലോ, ആത്മാവ് പോയില്ലേ. ഇനി അതെന്താണ്? പ്ലാസ്റ്റിക്. അതെനക്ക് എന്തും കാട്ടാം, കൊണ്ടടക്ക, മാലട കെട്ടിയിട്ട് ഒരു ഭാഗത്ത് ഇത്തിരി ഊത, ബലൂണാക്ക, എന്തും കാട്ടാം. അതേ സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് പോസ്റ്റിനോട് ബന്ധപ്പെട്ട ഒരു കമ്പി അതിൻ്റെ ഉള്ളിൽ കയറ്റിയാലോ മാണ്ടിയിൽ തടി എടുക്കും. അതിന് ബലുണ്ട്. കമ്പില്ലെങ്കിൽ മഹാന്മാരുടെ ഓർമ്മയില്ലാത്ത അമലുകൾ കമ്പി ഊരിയ പ്ലാസ്റ്റിക് വയറുകളാണ്. ഇന്ന് ഏകദേശ മുസ്ലിമീങ്ങളുടെ നിസ്കാരങ്ങളൊക്കെ അങ്ങനെയാണ്. കമ്പി ഊരിയ ഇലക്ട്രിക് വയറുകൾ മാത്രമാണ് എന്ത് ഇന്ന് ഏകദേശ ആളുകളുടെ ഇബാദത്ത്. അപ്പം അതാണ്. ഇതൊന്നും ഓർമ്മയില്ലാതെ കുറെ ആളുകൾ മക്കത്ത് പോയി പോരും. ചില ആളുകൾ മക്കത്ത് പോയി പോരും. എവിടേക്ക് പോവില്ല? മദീനത്ത് പോയി പോരൽ നല്ലതാണ്, മക്കത്ത് പോയി പോരൽ നല്ലതല്ല. ഒരാൾ മദീനത്ത് പോയി പോന്ന് മക്കത്ത് പോയിരിക്കും, ഒരു കുഴപ്പമില്ല. എന്താ പ്രശ്നം? അങ്ങനത്തെ ആളെ ഞാൻ മിനിഞ്ഞാന്ന് കണ്ടിട്ടുണ്ട്. ഒരു വലിയ ആലിമ് എന്നോട് സംസാരം മതിയെ ഞാൻ മദീനത്ത് പോവുകയാണെന്ന് പറഞ്ഞു. ഹജ്ജിനുണ്ടോ? ഇല്ല, മദീനത്ത് പോയി തിരിച്ചു വരും. വലിയ ആലിമ്, കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു വലിയ ആലിം. മിനിഞ്ഞാന്ന് സംസാരം മധ്യ എന്നോട് പറഞ്ഞു ഞാൻ നാളെ മദീനത്ത് പോവാണ്. ഹജ്ജിനുണ്ടോ? ഇല്ല, മദീനത്ത് പോയി വരും. ആയിക്കോട്ടെ, അതിനെന്താ? മക്കത്ത് പോയി പോന്ന് മദീനത്ത് പോയിട്ടില്ലെങ്കിൽ എൻ്റെ കഥ കഴിഞ്ഞില്ലേ? എത്തിക്കേണ്ടടുത്തേക്ക് പരീക്ഷ മുഴുവൻ എഴുതി എല്ലാ എസ്സേ എഴുതിയിട്ട് 40 പേജ് നിറച്ചു. അത് പരീക്ഷ കൺട്രോൾ ബോർഡിൽ അവിടെ നിർത്തിയ ആളെ കൈ കൊടുത്തില്ല. ഇജത് അവിടെ ഇട്ട് പോന്നാൽ അത് എവിടേക്കെത്തും? അത് കുപ്പത്തൊട്ടിയിലെത്തും. ഇജ് 2 ചോദ്യത്തിനെ മറുപടി എഴുതിയുള്ളെങ്കിൽ അത് അയാളെ കൈ കൊണ്ടേ കൊടുക്കണ്ടേ? എൻ്റെ നിസ്കാരം നോമ്പൊക്കെ അവിടെ മദീനത്തോണ്ടേ കൊടുക്കണ്ടേ? അവിടെ അതല്ലടാ പരീക്ഷാ കൺട്രോൾ ബോർഡ് ചെയർമാൻ, ആ ആളെ കയ്യിലെത്തണ്ടേ? എഴുതിയത് എത്രയുള്ളൂ? 2 പേജ്. 2 ഉത്തരത്തിനെ എഴുതിയിട്ടുള്ളൂ, മതി. എന്നാലും എനിക്കൊരു സി മാർക്കെങ്കിലും കിട്ടും. അതേ സമയത്ത് 40 പേജ് എഴുതി നിറച്ചിട്ടുണ്ട്. പക്ഷേ അവിടേക്ക് എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എങ്കിൽ എൻ്റെ നേരെ പോയി, എൻ്റെ തലമുണ്ടായി. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അതേസമയം ഈ പരീക്ഷ ഒന്നും എഴുതിയില്ല. ഇത് പ്രിൻസിപ്പാളോട് പോയി പറഞ്ഞു, ബാപ്പ മരിച്ചിട്ടുണ്ട്, ഞാൻ പരീക്ഷയ്ക്കില്ല, ലീവ് കേൾക്കപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ അയാളടുത്ത് അവിടെ എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞു. ഇജാട്ടെ പരീക്ഷ എഴുതിയതുമില്ല. പിന്നെ അതിനൊരു പരിഹാരം ഉണ്ടാക്കണം. ഇജ് അവിടെ പോയി പറഞ്ഞിട്ടുണ്ട്. ഇജ് മദീനത്ത് പോയാൽ പരിഹാരം ഉണ്ടാവും, മക്കത്ത് പോയ പരിഹാരം ഉണ്ടാവില്ല. മദീന എന്ന് പറഞ്ഞാൽ അർശിൻ്റെ മേലെയാണ്. അർശിൻ്റെ മേലുള്ള അർശാണ് എന്ത് എന്ത് മദീന അർശിൻ്റെ അർശുൽ അർശിഹി. ഇബ്രാഹിം നിയാസ് തങ്ങൾക്ക് അങ്ങനത്തെ ഒരു വരി ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ. അല്ലാഹു തആല അർശുൽ അർശിഹി, അർശൽ അർശിഹി, അള്ളാഹിൻ്റെ അർശിൻ്റെയും അർശാണ് എന്ത്? മദീന. മദീന അർശുൽ അർശിയാണ്. ലിഹി, അല്ലാഹു തആലാൻ്റെ അർശിൻ്റെയും അർശാണ് മദീന. മദീന ഇല്ലെങ്കിൽ അവൻ്റെ കഥ കഴിഞ്ഞു.
ചിലർ ഉംറക്ക് പോയി പോരും, മദീനത്ത് പോണില്ല. അതാണ് വഹാബിയത്ത്. അള്ളാഹു വഹാബിയത്തിനെ തൊട്ട് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അവസാനിപ്പിക്കാൻ ചിന്തിക്കണം. ഞാൻ പറഞ്ഞുകൊണ്ട് അവർ നന്നാവില്ല, എന്നാൽ ഞാനിന്ന് പറഞ്ഞേ ഉള്ളൂ. നിങ്ങളെ കൂട്ടത്തിൽ അന്തം വേണമെന്നുള്ളവർക്ക് അന്തം തുറക്കാലോ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. ഇതുകൊണ്ടൊന്നും അന്തം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. നമ്മൾ അന്തക്കേട് കിട്ടാൻ വേണ്ടിയിട്ട് നേർച്ചയാക്കിയിട്ട് പായ, എവിടെ നിന്നാണ് കുറച്ച് അന്തക്കേട് കിട്ടുക എന്ന് വിചാരിച്ച് പായാണെന്ന് നമ്മൾ. അപ്പോൾ പിന്നെ നമുക്ക് അന്തം കിട്ടിക്കൊള്ളുന്നില്ല. നമുക്ക് അന്തത്തിനേക്കാളും അങ്ങനെയാണ്. فلما رأيت الجهل في الناس فاشيا تجاهلت حتى قيل إني جاهل. അങ്ങനത്തെ ഒരു വരി നല്ല വരിയ വേണമെങ്കിൽ എഴുതിയൊക്കെ ഒരു കവിയുടെ വരിയ. فلما رأيت الجهل في الناس فاشيا. സുന്നി യൂട്യൂബർമാരൊക്കെ ഇപ്പം അങ്ങനെയാ. تجاهلت حتى قيل إني جاهل. فلما رأيت الجهل في الناس فاشيا. ജനങ്ങളിലെല്ലാം ജഹില് പരക്കുന്നതായി ഞാൻ കണ്ടപ്പോൾ തജാഹൽതു, പിന്നെ ഞാൻ ജഹില് നടിച്ചു. നാട്ടിലൊക്കെ വിഡ്ഢിത്തമാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ വിഡ്ഢിയാകം പിടിച്ചു. ഹത്താ ഖീല ഇന്നി ജാഹിലു. അപ്പോൾ പിന്നെ അവരും പറയാൻ തുടങ്ങി, എന്ത് ഓന് നമ്മളെ കൂട്ടത്തിൽ കൂടിയ ആൾ തന്നെയാണ്. അപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. മനസ്സിലായില്ല. നാട്ടിലെല്ലാവരും വിഡ്ഢികളായ പിന്നെ നമുക്ക് നല്ല എന്താണ് പിന്നെന്താണല്ലേ വിഡ്ഢിയാകുക. ഫലമ്മാറ നല്ലൊരു വരിയാണ്. എഴുതിയൊക്കെ ആ കവിത എനിക്ക് ഓർമ്മ, ഞാൻ ഓർമ്മയെന്ന് പറഞ്ഞതാണ്. فلما رأيت الجهل في الناس فاشيا تجاهلت حتى قيل إني جاهل. فلما رأيت الجهل في الناس فاشيا تجاهلت حتى تجاهلت ഞാൻ അറിവില്ലായ്മ നടിച്ചു, അറിവില്ലായ്മ പഠിച്ചു. ഞാൻ പിന്നെയാണ് അതിനൊരു പഠിപ്പുണ്ട്, പൊട്ടനാകാനൊരു പഠിപ്പുണ്ട്. അത് ഞാൻ പണ്ഡിതനായതാണ്. പക്ഷെ പണ്ഡിതനായിട്ട് ജനങ്ങളിൽ ഒരു വിലയില്ല. അപ്പോൾ പിന്നെ ഞാൻ ആരായി? പൊട്ടനാകാൻ പഠിച്ചു. അങ്ങനെ കുറേ കാലം കൊണ്ട് കഷ്ടപ്പെട്ട് ഞാൻ ആരായി മാറി? പൊട്ടനായി തീർന്നു. അപ്പോൾ എല്ലാവരും എന്നെ കൂട്ടത്തിൽ കൂടി ഇരിക്ക്, നമുക്ക് തിന്നാം. ആ വട്ടത്തിൽ ഇരുത്തൂല. മറ്റേ എല്ലാം തിന്നാനിരിക്കുമ്പോൾ എന്നെ കണ്ട ആളുകൾക്കൊരു മടിയാണ്. ഓം ഇവിടെ വേണ്ട, ഞാൻ ഓം വലിയ മൂല്യരല്ലേ. പിന്നെ ഞാനും ഓരോ കൂട്ടുകാരാണ് കൂടി. അതാണ് ഇപ്പം നമ്മളെ സുന്നി യൂട്യൂബർമാരും പ്രഭാഷകർക്കും പറ്റിയത്. നാട്ടിലൊക്കെ വഹാബിയത്താണ് പരക്കുന്നത് എന്ന് കണ്ടപ്പോൾ ഓരോക്കെ ആരായി? ഇപ്പം സുന്നി പ്രഭാഷകരൊക്കെ ഏകദേശമൊക്കെ സുന്നി മൂല്യന്മാരിൽ നല്ലൊരു ശതമാനവും സുന്നി യൂട്യൂബർമാർ പ്രഭാഷകൻ നല്ലൊരു ശതമാനവും വഹാബിയായി മാറി. അതിന് കാരണം ഈ ബെയ്ത്താണ്. നാട്ടിലാകെ നടക്കുന്നത് വഹാബിയത്താണെന്ന് കണ്ടപ്പോൾ അവർ പിന്നെ എന്തിനു പഠിച്ചു? വഹാബിയത്താണ് പഠിച്ചു. പോലൊക്കെ നല്ല ആളുകളുമാണ്. അപ്പോൾ കുറഞ്ഞ ആളുകളെ ഇപ്പം ഞാൻ അന്തകമ്മി കേരളത്തിലുള്ളൂ, ബാക്കിയൊക്കെ നന്നായി എന്നാണ് ഇപ്പോൾ വഹാബികൾ. ഇപ്പം ഇന്നലെ വഹാബികൾ ഒരു കേസറ്റ് ഇറക്കി ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. നാട്ടിലുള്ള സമസ്ത വരെ നന്നായി. ഇപ്പം 2-3 അന്തംഗമ്മികളാണ് നാട്ടിലുള്ളതെന്നാണ്. അതിൽപ്പെട്ടൊരു അന്തംഗമ്മിയാണ് റഹ്മത്തുള്ള. ഞാൻ ഏതായാലും നിങ്ങൾ അന്തംഗമി പഠിക്കാനില്ല മരണം വരെ. ഇൻഷാ അല്ലാഹ് അങ്ങനെ തന്നെ പോകും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. എന്താണ് അത് കാരണം? എന്താണ് നമ്മൾ ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്നില്ല. ഒരു ഓർമ്മയാണത്. ഇപ്പം ഒരു സ്ഥാപനത്തിന് ഇത് ഇവരൊക്കെ നടത്തുന്നില്ലേ? വാർഷിക സമ്മേളനം, അതൊരു ഓർമ്മയാണ്. ഞങ്ങളിത് ഉണ്ടാക്കിയെന്നുള്ളൊരു ഓർമ്മ. എല്ലാത്തിനും വാർഷിക സമ്മേളനം ഇവർക്കൊക്കെ ഉണ്ട്. പക്ഷെ നന്മയുടെ ഓർമ്മയല്ല, ഓർമ്മയാണ് ദീന്. ഒക്കെ ഓർമ്മ, മുൻഗാമികളെ ഓർക്കുക. അവരെ ഓർത്താൽ ആരുണ്ട്? റബ്ബുണ്ടാവും. അതാണ് സിറാത്തല്ലദീന അൻഅംത അലൈഹിം. അവിടെ തന്നെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പാറപ്പുറത്ത് വഹീന് കാത്തിരുന്നു. അവിടെ പിന്നെ ഷീത്ത് നബി പോയിരുന്നു, അതിന് ഇബ്രാഹിം നബി പോയിരുന്നു. ആ പാറപ്പുറത്ത് മുത്തുനബി ആയിരുന്നു. അതാണ് സഹ്റ. ആ സഹ്റത്തിൻ്റെ മേലെ മർവാൻ ഹക്കം ഒരു കുബ്ബ കെട്ടി. അതാണ് ഖുബ്ബത്തുൽ മർവാനിയ. അതാണ് ഖുബ്ബത്തുൽ സഹ്റ. ആ പാറ പറഞ്ഞാൽ ഒരു പാറയാണ്. ആ പാറ സ്വർഗത്തിന് മലക്കളുണ്ടെന്നാണ്. ആ പാറപ്പുറത്ത് വഹീനെ കാത്തിരുന്നിട്ടുണ്ട് സയ്യിദുനാ ആദം. ആ പാറപ്പുറത്ത് എല്ലാ നബിമാരും ഇരുന്നു, മുത്തുനബി അടക്കം. അപ്പൊ ആ പാറന്റെ അടിയിൽ പോയിരുന്നു അബു ഹാമിദുൽ ഗസ്സാലി. അവിടുന്നാണ് അവർക്ക് ഫതഹ് കിട്ടിയത്. AD 1106. AD 1000. പിന്നെ 5 കൊല്ലം ജീവിച്ചുള്ളൂ. ആ 5 കൊല്ലം കൊണ്ട് ലോകത്ത് അവർ ചെയ്യാത്ത നന്മല്ല. 5 കൊല്ലം ജീവിച്ചു വഫാത്തായി.
1111 ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദ് അൽ ഗസാലി വഫാത്തായി റളിയല്ലാഹു അൻഹു. എന്താ ആ പാറ ഒരു ഓർമ്മയാണ്. ആ പാറപ്പുറത്ത് ആദം നബി ഇരുന്നു, മുത്തുനബി ഇരുന്നു. ആ പാറപ്പുറത്ത് നിന്നാണ് മുത്തുനബി മെഹറാജിന് പോയത്. ആ പാറയിലേക്കാണ് തിരിച്ചു വന്നത്. എന്ത് അവിടെയാണോ പിന്നെ എയർപോർട്ട്? മക്കത്ത് നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജിബ്രീൽ എവിടെ കൊണ്ടുവന്നു? ഇജ് ദുബായിക്ക് പോവുകയാണെങ്കിൽ എന്നെ കരിപ്പൂർ കൊണ്ടുപോയിട്ട് കയറ്റി വിടാം, ഓക്കെ. കാരണം എൻ്റെ വീട്ടുമുറ്റത്ത് എന്തില്ല? പാറയുടെ ചെങ്ങായി, എൻ്റെ വീട്ടുമുറ്റത്ത് എന്തില്ല? എയർപോർട്ടില്ല. അപ്പൊ പിന്നെ കരിപ്പൂർ കൊണ്ടുപോയി കയറ്റണം, അല്ലെങ്കിൽ കണ്ണൂർ കൊണ്ടുപോയി ചക്കരക്കല്ല് അവിടെ കൊണ്ടുപോയി കയറ്റണം, അല്ലെങ്കിൽ നെടുമ്പാശ്ശേരി കൊണ്ടുപോയി കയറ്റണം. ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബിനെ ആകാശത്ത് കൊണ്ടുപോകാൻ വന്നിട്ട് എയർപോർട്ട് ജെറൂസലേമിൽ നബിയെ കുറച്ച് ദൂരം പോകണ്ടിട്ടോ, അവിടുന്നാണ് എയർപോർട്ട്, അങ്ങനെ പറഞ്ഞു. എന്താ ജിബ്രീലിന് ബൂം എന്നാണ് ചാടിയാൽ പോയതും അവിടെ തന്നെ വന്നതും അവിടെ തന്നെ. എന്ത് അവിടെ അമ്പിയ, അതൊരു പാറയാണ്. ആ പാറയിൽ ആദം നബി അടക്കം എല്ലാവരും ഓർമ്മയുണ്ട്. അപ്പാറയിൽ നിന്ന് പോയി അപ്പാറയൊക്കെ വന്നു. അപ്പം ദീന് പറഞ്ഞ ചങ്ങായിമാരെ, ഈ വാബികൾ അന്തംഗമ്യൊക്കെ ഇത് മനസ്സിലാവില്ല. ദീന് എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമാണ്? പറയട കുട്ടി, ആണുങ്ങളുണ്ടെങ്കിൽ പറയടാ അതിന് മറുപടി. താന്തേൻ തറവാടുള്ളവർ ഞാൻ ഈ പറഞ്ഞതിന് മറുപടി പറയടാ. താന്തേൻ തറവാടുള്ള ഒരാൾ പറയടാ അതിന് മറുപടി. ഒറിജിനൽ താന്തക്ക് ജനിച്ച ഒരാളുണ്ടെങ്കിൽ പറയുന്നതിന് മറുപടി എന്താണ്? ദീന് മൊത്തം ഓർമ്മ മാത്രമാണ്. നിസ്കാര ഓർമ്മയാ, ബാങ്ക് ഓർമ്മയാ, ഇഖാമത്ത് ഓർമ്മയാ, ഹജ്ജ് ഓർമ്മയാ, ഒക്കെ ഓർമ്മയാ. ഖുർആനിൽ 75% ഓർമ്മകളാണ്. ആ ഓർമ്മയെ ചുറ്റിപ്പറ്റിയ സതുപദേശങ്ങളും അതാണ് ഖുർആൻ. എന്തെങ്കിലും ചിന്തിക്കാത്ത ഓർമ്മ. ഒന്നാമത്തെ റക്അത്തിൽ നമ്മൾ നിസ്കരിക്കാനാണ് നിന്നാൽ, എന്താ പറയുക, ജുമാ നിസ്കരിക്കാൻ, പെരുന്നാൾ നിസ്കരിക്കാൻ നിന്നാൽ പ്രധാനപ്പെട്ട ഓതേണ്ട സൂറത്താണല്ലോ എന്ത്? സബ്ബീസ്മ. അത് ഓർമ്മയിലല്ലേ അവസാനിച്ച്? സുഹഫി ഇബ്രാഹീമ മൂസ. ഓർമ്മയാണത്. അവസാനം ഏട് കിട്ടിയത് ഇബ്രാഹിം, ആദ്യം കിതാബ് കിട്ടിയത് മൂസ. അതാണ് ഓർമ്മ. അല്ലാതെ രണ്ടാളെ പേര് പറഞ്ഞല്ല. സുഹഫി ഇബ്രാഹിമ മൂസ. എൻ്റെ ഒപ്പമുള്ളൊരു സലാം അങ്ങനെ ഓതിയിരുന്നു. ഓൻ പറഞ്ഞു പള്ളി കമ്മിറ്റി സൂപ്പിയാക്കിയും ഒരു മൂസാക്കിയും മെയ്തീങ്ങാക്കിയും കൂടിയായിരുന്നു പള്ളി കമ്മിറ്റി നടത്തിയിരുന്നത്. അല്ലെങ്കിൽ മെയ്തീങ്ങാക്കാക്ക് എന്നും മൂല്യരോട് ദേഷ്യമാണ്. കാരണം മെയ്തീങ്ങാക്കാൻ്റെ പേര് പറയില്ല. വെള്ളിയാഴ്ച എൻ്റെ ഒപ്പം പഠിച്ചിരുന്ന ഓതിയിരുന്ന സലാം എന്നോട് പറഞ്ഞവരുന്നോണയാ ഫലിതം. ഇയാളെന്നും എന്ത് പറയും? സുഹഫി ഇബ്രാഹിമ. അപ്പം സൂപ്പിനെയും പറയുന്നുണ്ട്. അതെ 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 അതെ. ഒരു മെയ്തീനുണ്ട്, മെയ്തി ഇബ്രാഹിം പേര് മെയ്തിയാക്കാൻ്റെ പേര് പറയുന്നത് മെയ്തിയാക്കാക്ക് ദേഷ്യം വന്നു എന്ന് പറഞ്ഞതുപോലെ. അങ്ങനെയല്ലേ, ഇത് ഓർമ്മയാണ്. മനസ്സിലോണ്ട് പറയാൻ നിങ്ങൾ ചിന്തിക്കണം. അപ്പം അന്നത്തെ അങ്ങനെ ഓർമ്മയാണ് ഈ ദിവസം. ഇത് നമ്മൾ ബഹുമാനപ്പെട്ട അറഫായിൽ ഒരുമിച്ച് കൂടിയ ലക്ഷോപലക്ഷം ആളുകളോട് ഒരു ഐക്യദാർഢ്യപ്പെട്ട് ഒരു യാസീനോടി കുറച്ച് തെഹ്ലീൽ ചൊല്ലി പെട്ടെന്ന് ദുആ ചെയ്യാം. നീട്ടിയൊന്നും പറയില്ല. 12 മണിക്ക് മുമ്പ് നമ്മൾ വേഗം പിരിയും. ഒരു ഫാത്തിഹ ഓതുക, യാസീൻ ഓതുക, ദുആ ചെയ്യുക. പിന്നെ ഇന്നത്തെ പകൽ ശ്രദ്ധിക്കുക. ഇന്ന് തെർവിയത്തിൻ്റെ പകലാണ്. മഗ്‌രിബിന് മുമ്പ് എല്ലാവരും ഖൈർ കൊണ്ട് ദുആ ചെയ്യുക. പിന്നെ ഇന്നത്തെ രാത്രി ഏതാണ്? ഇന്നത്തെ രാത്രി, ഇപ്പം ഇന്നലത്തെ രാത്രി, ഇന്നത്തെ രാത്രി, നാളത്തെ രാത്രിയൊക്കെ വളരെ ഉത്തരം ഉറപ്പാണ്. ഇന്നത്തെ രാത്രി ലൈലത്തു അറഫ പൊട്ടി റബ്ബിനോട് ദുആ ചെയ്യുക. നാളത്തെ രാത്രി ലൈലത്തു ഈദുൽ അദ്ഹ പൊട്ടി റബ്ബിനോട് ദുആ ചെയ്യുക. ദുആന്റെ തൊട്ടുമുമ്പാക്കാം. ഇലാ ഹളറത്തിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ.